ജാമാകുമ്പോൾ അത് ഫ്രണ്ടിൽ രണ്ടടി അടിച്ചാൽ ചിലപ്പോൾ പോരും. മൊത്തത്തിൽ ജാമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച മൊത്തം ചിലപ്പോൾ ഉള്ളിൽ പരന്നിട്ടുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും ക്രോസിന് ഇരുന്നിട്ടുണ്ടാകും. അങ്ങനെ തേയ്മാനം വരുമ്പോൾ ഒന്നല്ല ബിറ്റ് തേയ്മാനം ഉണ്ടോ നോക്കണം, ഒന്നല്ല ഈ സാധനം തേയ്മാനം ഉണ്ടോ നോക്കണം. വേറെ തേയ്മാനം നോക്കണം. അധികം ഈ സാധനം തേയ്മാനം ഉണ്ട്, ബിറ്റ് ക്രോസിന് പോയി ഇരുന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് അരമണിക്കൂർ അയക്കുകയും ചെയ്യണം ഒരു സ്ക്രൂ ഉണ്ടാകാതെ. പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സാധനം പെട്ടെന്ന് കിട്ടില്ല. പേസ്റ്റ് ഇടാത്ത ഓരോട്ട് അയച്ചതാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആട്ടോ. ആ പേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ടാവും അയച്ചിട്ടേ, പിന്നെ പേസ്റ്റ് ഇടില്ലല്ലോ, പിന്നെ നേരം ഡേറ്റ് വെച്ചിട്ട് ഒന്ന് കൊടുക്കും. നാല് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പോരും. പിന്നെ ബാക്കിയുള്ള സാധനം അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സെറ്റ് ഉണ്ട്. ഈ സാധനം അയച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല, അത് ഹീറ്റായിട്ട് തുണിയിട്ട് കെട്ടിയിരിക്കണം. ഓവറായിട്ട് ഹീറ്റായി നോക്കണം. പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ തുണിയിട്ട് കെട്ടി. ഹാൻഡിലില്ലാത്തത്, പിന്നെ ഹാൻഡിലില്ല തോന്നുന്നു. ഇതിൽ ജെൽ ഗ്രീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഗ്രീസ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാ ഗ്രീസ് ഇട്ടാൽ ഇതിലെല്ലാം ഓറിങ്ങും കാര്യങ്ങളില്ലേ, ആ സാധനം വേഗം കംപ്ലൈൻ്റ് ആവും. ചിലപ്പോൾ ഹാമറിങ് പ്രശ്നം, ഹാമറിങ് തന്നെ അടിക്കില്ല, ഓടിയല്ല, വെറുതെ മെഷീൻ മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതൊക്കെ കാര്യമില്ല. ചില ആൾക്കാർ ചില ഓയിൽ ഒഴിച്ചിട്ട്, വെറുതെ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സ്മൂത്ത്നെസ്സിൽ തരും, പക്ഷെ എന്നാലും ആ ഓറിങ് വേഗം തേയ്മാനം വരും. ബിറ്റ് തേയ്മാനങ്ങളുണ്ടെങ്കിൽ ഈ സാധനം എന്ത് കാട്ടിയിട്ടും നിൽക്കാൻ പറ്റില്ല. ഈ ഹോൾഡർ തേഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൂൾ ഹോൾഡർ എന്ന് പറയും, ഈ സാധനം തേഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയ ബിറ്റ് വാങ്ങിയിട്ടിട്ടും കാര്യമില്ല, ആ ബിറ്റും തിരിഞ്ഞു പോകും. തിരിഞ്ഞു പോകുമ്പോഴാണ് അധികം ലോക്കാകുക. കുറേ കംപ്ലൈൻ്റ് ഉണ്ട് ഇതിന്, ബിറ്റിന് തന്നെ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും. അതല്ല ബിറ്റ് തേയ്മാനം, അല്ലെങ്കിൽ ഹോൾഡർ തേയ്മാനം, അല്ലെങ്കിൽ ബിറ്റ് ക്രോസിന് കയറുക, അല്ലെങ്കിൽ ബാള് കംപ്ലൈൻറ്റ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ അതും നോക്കാം. നമുക്ക് ഏറെ കംപ്ലൈൻറ്റ് നോക്കാം. കണ്ടോ, ബിറ്റൊന്നും ഇവിടെ ലോക്കായി കിടക്കുന്നു. നിങ്ങൾക്ക് രണ്ടടി അങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇനി എന്താ കിട്ടണം, ഇവിടെ സർക്യൂട്ട് ഉണ്ട്, ഇത് അയച്ചിട്ട് നോക്കിയത്. ഓൾറെഡി ഉണ്ട്, അത്ര ഗ്യാപ്പ് തന്നെ ഉണ്ട്. ഈ സാധനം തേയ്മാനുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ബാളുണ്ട് കേട്ടോ. ബാളുണ്ടാവും, 6 ബാളും ഇല്ല കേട്ടോ.
സാധനം വേഗം പൂട്ടും. ഇതൊരു കാസ്റ്റനാണ്, ചിലപ്പോൾ വേഗം കിടന്നുണ്ടാകും. നമുക്ക് അപ്പുറത്തെ വേസ്റ്റ് വെച്ചിട്ട് രണ്ടാക്കി അടിച്ചോളാം. എല്ലാം ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇത് വന്നിട്ട് അകലം, നല്ല അകലം വന്നിട്ടുണ്ട്. ഇത്ര അകലം പാടില്ല, ഇത് കാരണമാണ് പോയിട്ട് ജാമാണ്. ഇനി ബിറ്റ് തേയ്മാനുണ്ടോ ചോദിച്ചാൽ, ബിറ്റ് ഇവിടെ തേയ്മാനുണ്ടാവും. ഈ സാധനങ്ങളിൽ ഇവിടെ നല്ല തേയ്മാനുണ്ടാവും. ഇവിടെയൊക്കെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ ബിറ്റ് പോയിട്ട് ലോക്കാവും. അങ്ങനത്തെ പ്രശ്നമാണ്. നമ്മൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയാം. കംപ്ലൈൻറ്റ് കണ്ടോണ്ട് സാധനം തുറന്നിട്ട് വെച്ചത് പറയോ. പക്ഷേ കണ്ട പെണ്ണുങ്ങൾ ഫോട്ടോ അയച്ചു മെക്കാനിക് പച്ച സാധനം തന്നില്ലോ, പച്ച നീല ഇല്ല തരില്ല, കൊണ്ട പോട്ടെ തരാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ഇട്ട് വെൽഡ് ചെയ്യും, കൈ അങ്ങനെ വിട്ട് വെൽഡ് ചെയ്യും. എൻ്റെ വെൽഡ് ചെയ്യാൻ എവിടെയൊക്കെ വയറുകൾ കുത്തി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ അതിൽ പിടിക്കാൻ ടോക്കടിച്ചും ചാവും. എനിക്ക് പോയി ഈ മജ്ജത്തിനെ നമുക്ക് കൊയ്യോ പണ്ടാരം അന്റെ വിഷയം തന്നെയല്ലേ സന്തോഷം. പിന്നെ ഓയിൽ പാത്രത്തിൽ മാന്തുമ്പോ പിന്നെ ഓയിൽ ഇല്ലാതെ ഞാൻ പോട്ടെ പോട്ടെ
കുത്തിച്ച